മണാലിയൊക്കെ നമ്മൾ മലയാളികൾക്ക് സുപരിചിതമായിട്ട് നാളേറെയായി. എന്നാൽ എന്നും മണാലിയിൽ മാൾ റോഡും വശിഷ്ഠ ടെമ്പിളും ജോഗിനി വാട്ടർഫോളും ഹഡിംബയും സൊളാങ് വാലിയും ഒക്കെ കറങ്ങി നടന്നാൽ മതിയോ? അതിസുന്ദരിയായ മണാലിയിലെ വിദൂര ഗ്രാമങ്ങളിലേക്ക് പോയാലോ? അങ്ങനെ കുറേയേറെ ഗ്രാമങ്ങളുണ്ട് മണാലിയിൽ. അവിടെ നമ്മെ കാത്തുകിടക്കുന്ന സുന്ദരമായ കാഴ്ചകളുണ്ട്. മനോഹരമായ ഭൂപ്രകൃതിയും സുഖകരമായ കാലാവസ്ഥയും ചരിത്രവും പൈതൃകവും ഒക്കെയുണ്ട്. ഏറ്റവും ഒടുവിൽ മണാലിയിൽ ഞാൻ പോയത് ജോബ്ര വില്ലേജിലേക്കാണ്. പ്രശസ്തമായ ഹംതാ പാസ് ട്രക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പ് കൂടിയായ കുന്നിൻ മുകളിലെ ഗ്രാമം. വർഷത്തിലധിക സമയവും മഞ്ഞുറഞ്ഞു കിടക്കുന്ന ഹിമാലയൻ ഇഗ്ലൂ വില്ലേജ്. മഞ്ഞുരുകുന്ന 4 മാസക്കാലം മാത്രം ജനവാസമുള്ളൊരു വിചിത്ര ഗ്രാമം. അതാണ് ജോബ്ര. മണാലിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയാണ് പ്രിനി എന്ന മനോഹരമായൊരു ഗ്രാമം. നിറയെ ആപ്പിൾ തോട്ടങ്ങളാണ്. പ്ലംസ് ഉണ്ട്, ബെറിയുണ്ട്, ചെറിയുണ്ട്, പലതരത്തിലുള്ള തോട്ടങ്ങളാൽ സമൃദ്ധമായ ഒരു ഗ്രാമം. ഒരു മലഞ്ചെരിവിലാണ് ഈ ഗ്രാമം നിലകൊള്ളുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് പീർ പഞ്ചൽ പർവ്വത നിരകളാണ്. അതിമനോഹരമായ കാലാവസ്ഥയാണ്, കാഴ്ചയാണ്. ഈ മഞ്ഞുകാഴ്ച ഈ ആപ്പിൾ തോട്ടങ്ങൾക്കിടയിലുള്ള ഏതെങ്കിലും മനോഹരമായ ഹോട്ടലുകളിൽ ഇരുന്ന് കാണുന്നത് ഒരു വല്ലാത്തൊരു ഫീലാണ്. അവിടെ ഒരു ജലവൈദ്യുത പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രദേശത്തുകൂടെ വേണം യഥാർത്ഥത്തിൽ നമുക്ക് ഈ പ്രിനി ഗ്രാമത്തിലേക്ക് പോകാൻ. അവിടെ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ. യഥാർത്ഥത്തിൽ ഈ വഴി ഹംതാ പാസ് ട്രക്കിങ്ങിന് പോകുന്ന ട്രക്കർമാരാണ് സഞ്ചരിക്കുന്നത്. അവിടെ നിന്നും ഒരു ചുരമാണ്. 40 വളവുകളുള്ള ഒരു ഹെയർപിൻ ചുരം കയറി വേണം നമുക്ക് ഹംതാ പാസിലേക്ക് സഞ്ചരിക്കാൻ. ആ യാത്രയുടെ ഇടയിലുള്ള ആദ്യത്തെ ഗ്രാമമാണ് പ്രിനി. ആ പ്രിനിയിൽ നിന്നാണ് ചുരം തുടങ്ങുന്നത്. ആ ചുരം തുടങ്ങുന്ന 2ാമത്തെ വളവിലാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലും ആപ്പിൾ തോട്ടവും ഒക്കെ ഉള്ളത്. അവിടെ നിന്ന് പിന്നീട് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയം നമ്മൾ ഈ 4 വീൽ ഡ്രൈവ് വാഹനങ്ങളിലൂടെ സഞ്ചരിച്ച് ചുരം കയറി എത്തുന്ന ഗ്രാമമാണ് സേതൻ. സേതൻ ഒരു ഹിമാലയൻ ഗ്രാമമാണ്. 14 കുടുംബങ്ങൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. ഒരു 10,000 അടി ഉയരത്തിലുള്ള ഹിമാലയൻ ഗ്രാമങ്ങളിൽ താമസിക്കുന്നത് പൊതുവിൽ ഈ ബുദ്ധമത വിശ്വാസികളായിരിക്കും. തിബറ്റൻ വംശജരായ ആളുകളായിരിക്കും. ധാരാളമായിട്ട് പൈൻമരങ്ങളും ദേവദാരു മരങ്ങളും ഒക്കെയുള്ള ആ ചുരം കയറിപ്പോകുന്നത് തന്നെ വല്ലാത്തൊരു അനുഭവമാണ്. സേത്തനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന മാസങ്ങൾ ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾ മാത്രമാണ്. ആ ഒരു സമയത്ത് മാത്രമാണ് മഞ്ഞ് നീങ്ങിക്കിട്ടുന്നൊരു സമയം. അല്ലാത്ത സമയത്തും അവിടെ സഞ്ചാരികൾ എത്താറുണ്ട്. പക്ഷേ ആ സമയം പൂർണ്ണമായിട്ടും മഞ്ഞുപാളികളാൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു ഗ്രാമമായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഇഗ്ലൂ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഈ സേത്തനും തൊട്ടടുത്തുള്ള ജോബ്രയുമൊക്കെയാണ്. ഈ സേത്തനിൽ എത്തിക്കഴിഞ്ഞാൽ സഞ്ചാരികൾ അവിടെ മഞ്ഞുകൊണ്ട് വീടുണ്ടാക്കി അതിൽ താമസിക്കും. അവിടെയുള്ള ഗ്രാമീണർ സഞ്ചാരികൾക്ക് വേണ്ടി ഇഗ്ലൂ വീടുകൾ നിർമ്മിച്ച് അതിനകത്താണ് സഞ്ചാരികളെ സ്വീകരിക്കുന്നത്. ഈ 14 കുടുംബങ്ങൾ മാത്രം ആ ഗ്രാമത്തെ അതിമനോഹരമായും വളരെ വിശുദ്ധമായും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗ്രാമം വിരുന്നുകാരുടെ ഒരു ഗ്രാമമാണ്. സ്പിതി വാലിയിലെ ഗദ്ദികളാണ് ആദ്യം ഈ സേത്തനിലേക്ക് എത്തുന്നത്. ഇടയന്മാരാണവർ. പിന്നീട് ഗാംബ വിഭാഗക്കാരായ ബുദ്ധിസ്റ്റുകൾ ഈ പ്രദേശത്തേക്ക് എത്തി. ഇന്നിപ്പോൾ അവിടെ താമസിക്കുന്ന കുടുംബങ്ങളധികവും ഗാംബകളാണ്. പ്രധാനമായിട്ടും കൃഷി, കന്നുകാലി വളർത്തൽ, വിനോദസഞ്ചാരം ഇതൊക്കെയാണ് അവരുടെ ഒരു ഉപജീവന മാർഗം. ഈ ഗ്രാമത്തിലൊരു ഡാമുണ്ട്. ആ ഡാമിൽ നിന്നാണ് താഴെയുള്ള ജലവൈദ്യുത പദ്ധതിയിലേക്ക് ആവശ്യമായ വെള്ളം സമാഹരിക്കുന്നതും എത്തിക്കുന്നതുമൊക്കെ. അവിടെ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ജോബ്ര വില്ലേജിലേക്ക് എത്താൻ പറ്റും. ജോബ്ര യഥാർത്ഥത്തിലൊരു സ്ഥിരമായുള്ള ഗ്രാമമല്ല. വർഷത്തിലൊരു 3-4 മാസം മാത്രം ഈ താഴ്വരയിൽ നിന്ന് മനുഷ്യന്മാർ കയറി വന്ന് അവരുടെ കന്നുകാലികളൊക്കെ വളർത്താൻ വേണ്ടി അവിടെ തമ്പടിച്ച് കൂടുന്ന സ്ഥലമാണ് ജോബ്ര. പക്ഷേ ജോബ്രയാണ് ഹംതാ പാസ് ട്രക്കിങ്ങിനെത്തുന്ന സഞ്ചാരികളുടെ ആദ്യത്തെ ഒരു പോയിൻ്റ്. ജോബ്ര വരെ നമുക്ക് മോട്ടോർ വാഹനങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും. ജോബ്രയിൽ നിന്ന് പിന്നീട് 2-3 ദിവസം അവർക്ക് നടത്തമാണ്. സ്പിതി വാലിയിലാണ് ആ യാത്ര അവസാനിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് അടുത്ത പോയിന്റിലേക്ക് നടന്നു തുടങ്ങാം. അതാണ് ബാലു കീര. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധാരാളമായിട്ട് കരടികളുണ്ട്. ഹിമാലയൻ ബ്രൗൺ ബിയർ, ബ്ലാക്ക് ബിയർ തുടങ്ങിയിട്ടുള്ള കരടികൾ, 2 ഇനത്തിൽപ്പെട്ട കരടികളാണ് അവിടങ്ങളിലുള്ളത്. സഞ്ചാരികൾക്ക് ഇതുവരെ വലിയ തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ഭീമാകാരന്മാരായ ഈ ചെങ്കരടികൾ
വലിയ തരത്തിൽ ഈ കന്നുകാലികൾക്ക് ദോഷം ചെയ്യുന്നുണ്ട്. ജോബ്ര വില്ലേജിലാണ് നമ്മൾ നടന്നെത്തിയത്. ജോബ്ര ഒരു ഭാഗം നല്ലൊരു പുല്ലിൻ്റെ താഴ്വാരമാണ്. അവിടെ ധാരാളമായിട്ട് കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. താഴെ ഗ്രാമത്തിൽ നിന്നെത്തിയ ആളുകളുടെ കന്നുകാലികളും ആടുകളുമൊക്കെയാണ് അവിടെയുള്ളത്. താൽക്കാലികമായിട്ട് അവർ താമസിക്കുന്ന ഈ ടെൻറ്റുകൾക്കകത്തേക്ക് നമ്മൾ എത്തിയാൽ വളരെ ഹൃദ്യമായിട്ടാണ് ഈ ഗ്രാമീണർ നമ്മളെ സ്വീകരിക്കുന്നത്. അവിടെ എത്തിയാൽ പാല്, ആട്ടിൻ പാലോ അതുപോലെ തന്നെ ഈ എരുമാപ്പാലൊക്കെ തിന്നുകൊണ്ട് ഗ്രാമീണർ അവിടെ എത്തുന്നവരെ സ്വീകരിക്കും. വളരെ ഹൃദ്യമായ ഒരു ആതിഥ്യമാണ് ഈ പഹാടികൾ അഥവാ പഹാടൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മനുഷ്യരിൽ നമുക്ക് കാണാനാവുന്നത്. അവിടെ വെച്ചിട്ട് പാല് കുടിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാനാകും. ഈ ഗ്രാമത്തിൽ എത്ര സമയം വേണമെങ്കിൽ നമുക്കങ്ങനെ നിൽക്കാൻ പറ്റും. കാരണം നമ്മൾ നോക്കിയാൽ കാണുന്നത് ഒരു വലിയ പാറക്കെട്ടാണ്. അതൊരു വലിയ പർവ്വതമാണ്, പീർ പഞ്ചൽ പർവ്വത നിരകളിലൊന്ന്. ആ മലയുടെ മുകളിൽ 14,100 അടി ഉയരത്തിലായിട്ട് ഒരു തടാകമുണ്ട്. പക്ഷേ ഈ തടാകത്തോട് ചേർന്ന ആ കുന്നിൻ ചെരുവിൽ നമുക്ക് കാണാനായ മറ്റൊരു കാഴ്ച, കാക്കകൾ പറന്ന് നടക്കും പോലെ അല്ലെങ്കിൽ പരുന്തുകൾ പറക്കും പോലെ ആ താഴ്വാരത്താകെ കഴുകന്മാർ പറക്കുന്നതാണ് കാണാൻ പറ്റിയത്. അത് ഹിമാലയൻ ഗ്രിഫോൺ കഴുകന്മാരാണ്. പറക്കുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ തന്നെ ഭീമാകാരന്മാരായ ഈ കഴുകന്മാർ ഏതാണ്ട് ഒരു 13 കിലോ വരെ ഭാരം വരും. ഗ്രിഫോൺ കഴുകന്മാർ ചിറക് വിടർത്തിക്കഴിഞ്ഞാൽ 8 അടി ആണ് അതിൻ്റെ വലിപ്പം. അത്രയും ഭീമാകാരന്മാരായ ഈ കഴുകന്മാർക്ക് എന്താണ് ഈ താഴ്വരയിൽ കാര്യമെന്നതാണ് ഞാൻ അന്വേഷിക്കുന്നത്. സത്യത്തിൽ ഈ ഹിമാലയൻ ഗ്രിഫോണുകൾ ഉത്തരാഖണ്ഡിലുണ്ട്, ഹിമാചലിൽ തന്നെ മറ്റ് പല പ്രദേശങ്ങളിലുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് യൂറേഷ്യൻ ഗ്രിഫോൺ കഴുകന്മാരാണ്. ലോകത്തെ തന്നെ ഓൾഡ് വേൾഡ് വൾച്ചർ വിഭാഗത്തിൽപ്പെടുന്ന കഴുകന്മാരായിട്ടാണ് ഗ്രിഫോണുകൾ അറിയപ്പെടുന്നത്. സ്കാവഞ്ചേഴ്സാണ്. അഴുകിയതും ചത്തതുമായ മൃഗങ്ങളെ മാത്രമാണ് അവ കഴിക്കുന്നത്. ദ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് ജോബ്രയും അതുപോലെ തന്നെ ബാലൂക്കീരയും ഒക്കെ. എന്നാൽ പോലും ഇവിടങ്ങളിൽ അതിനുമാത്രമുള്ള വന്യജീവികൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനുമാത്രം മൃഗങ്ങൾ ചത്തു കിടക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. പിന്നെ എന്താണ് ഗ്രിഫോൺ കഴുകന്മാർക്ക് ഇവിടെ കാര്യമെന്നതാണ് നമ്മുടെ ഒരു അന്വേഷണം. യഥാർത്ഥത്തിൽ അവിടെയുള്ള ഗ്രാമീണർ പറയുന്നത് ഈ കഴുകന്മാർ ഈ താഴ്വാരത്തേക്ക് എത്തിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അതുവരെ അവിടെ അത് കണ്ടിരുന്നില്ല. ഈ ഗ്രിഫോൺ കഴുകന്മാർക്ക് അവരുടെ സാന്നിധ്യം കൊണ്ട് പേര് കേട്ട ചില പ്രദേശങ്ങൾ തൊട്ടടുത്ത് മണാലിക്ക് സമീപം തന്നെയുണ്ട്. താഴെ മാണ്ടിയിൽ ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ പേര് തന്നെ ഗ്രിഫോൺ പീക്ക് എന്നാണ്. അവിടെ ധാരാളമായിട്ട് ഗ്രിഫോൺ കഴുകന്മാരുള്ളതായിട്ട് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രാമത്തിൽ ഈ അടുത്ത കാലത്ത് എന്തിനായിരിക്കും ഈ കഴുകന്മാരെത്തിയത് എന്ന അന്വേഷണം ചെന്നെത്തുന്നത് ഈ കരടികളിലാണ്. ഹിമാലയൻ ചെങ്കരടികൾ ഈ ഗ്രാമീണരുടെ കന്നുകാലികളുടെ മേൽ ആക്രമണം നടത്തുന്നുണ്ട്. രാത്രികാലങ്ങളിലും പകലിലുമൊക്കെ മേഞ്ഞു നടക്കുന്ന ഈ കന്നുകാലികളുടെ മേൽ ചെങ്കരടികൾ വന്ന് ആക്രമിക്കുന്നു. കന്നുകാലികളുടെ മുതുകു ഭാഗത്ത് കടിച്ച് പറിച്ച് മുറിവുണ്ടാക്കുന്നു. ആ മുറിവ് കാരണം കന്നുകാലികൾ മരിച്ചു വീഴുന്നു. ഇങ്ങനെ മരിച്ചു വീഴുന്ന കന്നുകാലികളുടെ ജഡം ഭക്ഷിക്കാനായാണ് ഈ ഗ്രിഫോണുകൾ ഇവിടെ എത്തിയത് എന്നതാണ് അതിലൊരു പാരസ്പര്യം. ആ കുന്നിൻ ചെരുവിലേക്ക് സാധാരണയായി ആളുകൾ എത്താത്ത ആ പ്രദേശത്തേക്ക് താൽക്കാലികമായി മാത്രം ഇടയന്മാരെത്തുന്നു. അവരവിടെ പാലും മറ്റ് പാലുൽപ്പന്നങ്ങളുമൊക്കെ നിർമ്മിച്ച് ചെറിയ വരുമാനം കണ്ടെത്തുന്നു. അതിനിടയിൽ അവരുടെ കന്നുകാലികളെ ആ താഴ്വാരത്തുള്ള ഈ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിനകത്തുള്ള കരടികൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ശവശരീരങ്ങൾ ഭക്ഷിക്കാനായി ധാരാളമായിട്ട് ഗ്രിഫോണുകൾ അവിടെ എത്തുന്നു. ഇതാണ് പ്രകൃതിയുടെ ഒരു പാരസ്പര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കരടികൾ കന്നുകാലികളെ ആക്രമിക്കുന്നതായുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ ഭാഗങ്ങളിൽ അത്തരത്തിൽ ധാരാളമായിട്ട് സംഭവങ്ങളുണ്ട്. മലഞ്ചെരിവിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ അവിടങ്ങളിലൊക്കെ ധാരാളമായിട്ട് കന്നുകാലികളുടെ എല്ലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അസ്ഥിശേഖരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട പശുക്കളുടെ ശരീരാവശിഷ്ടങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതിന് തൊട്ടടുത്തായി ഈ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ ഈ ഗ്രിഫോൺ കഴുകന്മാർ കാത്തിരിപ്പുണ്ട്. ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഗ്രാമീണ കാഴ്ചകളിൽ അല്ലെങ്കിൽ ഹിമാലയൻ ഗിരി ശൃംഗങ്ങളിലേക്കുള്ള യാത്രകളിൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. പ്രകൃതിയിൽ അവയും ഈ ജീവജാലങ്ങളും തമ്മിലുള്ള ഒരു പാരസ്പര്യമൊക്കെ കൗതുകകരമായ പുതിയ അറിവുകൾ കൂടി സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നുണ്ട്. ഹിമാലയത്തിലൂടെയുള്ള ഏതൊരു യാത്രകളും അത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് നൽകുന്നത്.